So the second method for solving ordinary differential equation is Runge-Kutta method. Runge-Kutta method or RK method. So Taylor series method of solving differential equations numerically is restricted by the labor involved in finding higher order derivatives. അപ്പോൾ നമ്മൾ Taylor series method ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? Taylor series ഫുൾ എടുക്കാതെ അതിനെ നമ്മളൊരു ഫോർത്ത് ഓർ ഫിഫ്ത്ത് ടേം വെച്ച് ടെർമിനേറ്റ് ചെയ്തിട്ടാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടൈലർ സീരീസ് മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. However, there is a class of methods known as Runge-Kutta method which do not require the calculation of higher order derivatives. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിന്റെ കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്കൊരു മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു മെത്തേഡിന്റെ പേരാണ് Runge-Kutta method, in short known as RK method. So RK method formula possesses the advantage of requiring only function values at some selected points. So RK method യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചില സെലക്റ്റഡ് പോയിന്റ്സിലെ ഫങ്ഷണൽ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതാണ് ടൈലർ സീരീസ് മെത്തേഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RK മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, പകരം ചില പോയിന്റ്സിലെ ഫങ്ഷണൽ വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മതി. അത് മാത്രമല്ല ഇതിന് കുറച്ചും കൂടെ ആക്യുറസിയും ഉണ്ട്. ടൈലർ സീരീസ് നമ്മൾ ഫുൾ എടുക്കാത്തത് കൊണ്ട് ആക്യുറസിയിൽ കുറവുണ്ട്, നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വേറാസ് RK മെത്തേഡിൽ അങ്ങനെ അപ്രോക്സിമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്യുറസി കൂടുതലായിരിക്കും. ആൻഡ് ദീസ് മെത്തേഡ് എഗ്രി വിത്ത് ടൈലർ സീരീസ് solution up to the term h raised to r where r differs from method to method and is also called the order of that method. നിങ്ങൾ RK മെത്തേഡിൽ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ RK മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ 4 ഓർഡറിലുള്ള RK മെത്തേഡ് ഉണ്ട്. വെറുതെ RK മെത്തേഡ് എന്ന് പറയുവാണെങ്കിൽ യു ഹാവ് ടു യൂസ് ദി ഫോർത്ത് ഓർഡർ RK മെത്തേഡ്. നമ്മൾ ഫസ്റ്റ് ഓർഡർ RK മെത്തേഡ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ RK മെത്തേഡ് ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, ഫോർത്ത് ഓർഡർ ഉണ്ട്. When you look at the question and you have to adopt the suitable method. If no order is mentioned, you have to do fourth order RK method. Fourth order RK മെത്തേഡിനെ തന്നെയാണ് വെറുതെ RK മെത്തേഡ് എന്നും റെഫർ ചെയ്യുന്നത്. സോ ടൈലർ സീരീസിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ടൈലർ സീരീസിൽ വലിയ സീരീസ് ആയതുകൊണ്ട് അത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് എറർ ഉണ്ട്. സോ ഈ രണ്ട് ഡിസഡ്വാൻറ്റേജും ഇതിനകത്ത് റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് RK മെത്തേഡിൽ കണ്ടുപിടിക്കുകയും വേണ്ട, ആൻഡ് ഇറ്റ് ഹാസ് ഗ്രേറ്റർ ആക്യുറസി ഓൾസോ. നമുക്ക് ഫസ്റ്റ് ഓർഡർ RK മെത്തേഡിന്റെ ഫോർമുല നോക്കാം. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഫോർമുല y1 is equal to y1 is equal to y of x naught plus h, which is equal to y0 plus h y dash y0 dash plus x square by 2 into y double dash. ഇതാണ് ഫസ്റ്റ് ഓർഡർ RK മെത്തേഡിന്റെ ഫോർമുല. ഇനി സെക്കൻഡ് ഓർഡർ ആണെങ്കിലോ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഫോർമുല y1 is equal to y0 plus half into k1 plus k2. ഇനി k1 is equal to h into f naught in of x naught y naught and k2 is equal to hf into x naught plus h comma y naught plus k1. ഇതാണ് സെക്കൻഡ് ഓർഡർ RK മെത്തേഡിന്റെ ഫോർമുല. y1 is equal to y0 plus half into k1 plus k2 where k1 is h into f of x naught y naught and k2 is equal to h into f of x naught plus h y naught plus k1. Now if you are going for third order RK method കുറച്ചും കൂടെ ടേംസ് വരും. ഫോർമുല സിമിലർ ആണ്, സ്ലൈറ്റ്ലി വ്യത്യാസം. y1 is equal to y0 plus 1 by 6 into k1 plus
4k2 plus k3. k1 plus 4k2 plus k3. k1 is equal to hf into x0 y0. Then k2 is equal to hf into x0 plus half h comma y0 plus half k1. Then k3 is equal to hf of x0 plus h y0 plus k dash, and k dash is equal to hf into x0 plus h comma y0 plus k1. ഇതാണ് തേർഡ് ഓർഡർ RK മെത്തേഡിന്റെ ഫോർമുല. y1 is equal to y0 plus 1 by 6 k1 plus 4k2 plus k3. k1 is hf of h into f of x0 y0. k2 is h into f of x0 plus half h comma y0 plus half k1. k3 is equal to hf of x0 plus h y0 plus k dash, and k dash is hf of x0 plus h y0 plus k1. Now fourth order RK method ആണെങ്കിലുള്ള ഫോർമുല. ഫോർത്ത് ഓർഡർ RK method ആണെങ്കിലുള്ള ഫോർമുല നോക്കാം. y1 is equal to y0 plus 1 by 6 into k1 plus 2k2, k1 plus 2, k2 plus 2, k3 plus k4. ഈ k1, k2, k3, k4 എന്താന്ന് നോക്കാം. k1 is equal to h into f of x0 y0. k2 is equal to h into f of x0 plus half h y0 plus half k1. Then k3 is equal to h into f of x0 plus half h y0 plus half k2, and k4 is equal to hf of h into f of x0 plus h y0 plus k3. ഇത്രയും ഫോർമുലയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സാധാരണമായി ഫോർത്ത് ഓർഡർ ആണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്, അതായത് ജസ്റ്റ് RK മെത്തേഡ് പറയുകയാണ്. ഇൻ കേസ് ഏതെങ്കിലും ഓർഡർ മെൻഷൻ ചെയ്യുന്നെങ്കിൽ പർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. ഈ ഫോർമുല ഒന്ന് എഴുതി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. So let us do a problem. Apply Rangekutta fourth order method to find an approximate value of y when x equal to 0.2, given that dy by dx is equal to x plus y and y is equal to 1 when x is equal to 0. You have to find y of 0.2. x equal to 0.2 ലെ y ആണ് കണ്ടുപിടിക്കേണ്ടത്. given
dy by dx equal to x plus y, then y of 0 is equal to 1. അതായത് x equal to 0 ആകുമ്പോൾ y value 1. അപ്പോൾ തന്നിരിക്കുന്ന നമുക്കൊന്ന് എഴുതാം. ഇവിടെ x0 equal to 0, y0 equal to 1, ഫൈനൽ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് y when x equal to 0.2. അപ്പോൾ നമുക്ക് h 0.2 ആയിട്ട് എടുക്കാം. then f of x0 y0 എന്ന് പറയുന്നത് 1. അപ്പോൾ നമുക്ക് ഫോർത്ത് ഓർഡർ മെത്തേഡ് യൂസ് ചെയ്യണം. k1 k2 k3 k4 കണ്ടുപിടിച്ചിട്ട് y1 ന്റെ ഇക്വേഷൻ ഇട്ട് ചെയ്യാം. സോ k1 is equal to h into f of x naught y naught, that is 0.2 into 1, 0.2. k2 is equal to h into f of x naught plus half x y naught plus half k1, that is 0.2 into f of 0.1, 1.1. അതായത് x0 plus half h ആണ് 0.1, y0 plus half k1 ആണ് 1.1. നമുക്ക് 0.24 എന്ന് കിട്ടും. then k3 is equal to hf of x0 plus half h y0 plus half k2, that is 0.2 into f of 0.1, 1.12. so 0.1 plus 1.12 into 0.2, that is 0.244. k1 ആയി, k2 ആയി, k3 ആയി. ഒന്നുമില്ല, നിങ്ങൾ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം കറക്റ്റ് നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y1 വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്നതെല്ലാം യൂസിങ് നൊട്ടേഷൻസ് കറക്റ്റായിട്ട് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് RK മെത്തേഡിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ k1 കണ്ടുപിടിച്ചു, k2 കണ്ടുപിടിച്ചു, k3 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് k4 എങ്ങനെ കണ്ടുപിടിക്കും? k4 is equal to h into f of x0 plus h y0 plus k3, that is 0.2 into f of x0 plus h എന്ന് പറയുമ്പോൾ 0.2, 0 plus 0.2, 0.2. then y0 plus k3, ഈ y0 plus k3 എത്രയായിരിക്കും? 1 plus 0.244, that is 1.244. അപ്പോൾ ഇത് എത്ര വരും? 0.2 into 0.2 plus 1.244, that is 0.2888. നമ്മുടെ ഫോർമുല എങ്ങനെയായിരുന്നു? y is equal to y0 plus 1 by 6 into k1 plus 2 k2 plus 2 k3 plus k4. അതിനെ നമുക്ക് k എന്ന് എഴുതാം. that is k is equal to 1 by 6 into k1 plus 2 k2 plus 2 k3 plus k4, that is 1 by 6 into 0.2 plus 2 into 0.24 plus 2 into 0.244 plus 0.2888. Simplify ചെയ്യുമ്പോൾ you will get 0.2428. 0.2428.
അപ്പോൾ y of 0.2 is equal to y of 0 plus 0.2428. എത്ര വരും? 1 plus 0.2428. That is 1.2428. ഇങ്ങനെയാണ് RK മെത്തേഡ് ചെയ്യുന്നത്. ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് നിങ്ങൾ K1 to K4 ഉള്ള വാല്യൂസ് കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കണ്ടുപിടിക്കുക. ദെൻ ഫൈനൽ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y1 is equal to y0 plus k, where k is 1/6 times k1 plus 2k2 plus 2k3 plus k4. ഒരു ക്വസ്റ്റ്യനോട് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ആണ്. ഇത്രയേ ഉള്ളൂ. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്ലൈ RK മെത്തേഡ് ടു ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് y ഫോർ x ഈക്വൽ ടു 2. x ഈക്വൽ ടു 0.2 ആകുമ്പോൾ y എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ സ്റ്റെപ്സ് ഓഫ് 0.1 ഇഫ് dy by dx ഈക്വൽ ടു in steps of 0.1 and dy by dx equal to x plus y square, given y equal to 1 when x equal to 0. x equal to 0 ആകുമ്പോൾ y equal to 1. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്ലൈ RK മെത്തേഡ് ടു ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് y ഫോർ x ഈക്വൽ ടു 0.2 ഇൻ സ്റ്റെപ്സ് ഓഫ് 0.1. If dy by dx equal to x plus y square, given that y equal to 1 when x equal to 0. നേരത്തെ ചെയ്തതിനകത്ത് നമ്മൾ x equal to 0.2 വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നതിനകത്ത് സ്റ്റെപ്പ് സൈസ് തരാത്തതുകൊണ്ട് നമ്മൾ h 0.2 ആയിട്ട് എടുത്തു. ഈ കേസിൽ x equal to 0.2 y വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിലും സ്റ്റെപ്പ് സൈസ് 0.1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ മെത്തേഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ y of 0.1 RK മെത്തേഡിന്റെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ദെൻ 0.1നെ x0 ആക്കി കൊണ്ടുവച്ചിട്ട് y of 0.2 കണ്ടുപിടിക്കണം. ആദ്യം x0 0 ആയിട്ട് എടുത്തുകൊണ്ട് x0 ഈക്വൽ ടു 0 ആയിട്ട് വെച്ചുകൊണ്ട് y of 0.1 കണ്ടുപിടിക്കാം. ദെൻ 0.1നെ x0 ആക്കി വെച്ചതുകൊണ്ട് 0.1നെ x0 ആക്കി വെച്ചുകൊണ്ട് again h is equal to 0.1 എടുത്തിട്ട് y of 0.2 കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടി വരും. ഫോർമുല എല്ലാം സെയിം, പക്ഷെ നമ്മൾ രണ്ട് സ്റ്റെപ്പിൽ ചെയ്യേണ്ടി വരും. ഹിയർ f of x equal f of xy equal to x plus y square, h equal to 0.1, x not equal to x equal to 0.1. നമുക്ക് ആദ്യം സ്റ്റെപ്പ് 1 എടുക്കാം. സ്റ്റെപ്പ് 1ൽ x not equal to 0, y not equal to 1. സോ RK മെത്തേഡിന്റെ പറയുന്നുള്ളൂ. അപ്പോൾ ഫോർത്ത് ഓർഡർ തന്നെ യൂസ് ചെയ്യണം. h into f of x naught y naught. K1 is h into f of x naught y naught. That is 0.1 into f of 0 1. എത്ര വരും? 0.1. Now K2 is equal to h into f of x naught plus half h comma y naught plus half k1. That is 0.1 into f of x naught plus half h1 എന്ന് പറയുമ്പോൾ 0.05. y naught plus half k1 എന്ന് പറയുമ്പോൾ 1.1. ഇത് എത്ര വരും? 0.05 plus 1.1 square into 0.1, that is 0.1152.
Now K3 is equal to h into f of x naught plus half h, comma y naught plus half K2. Y naught plus half K2, that is 0.1 into f of x naught plus half h എന്ന് പറയുന്നത് 0.05, comma y naught plus half K2, that is 1.1152. 0.05 plus 1.1152 square into 0.1, that is 0.1168. And finally K4 is h into f of x naught plus h, y naught plus K3. H into f of x naught plus h, y naught plus K3, that is 0.1 into f of 0.1, comma 1.1168. Solve and you will get 0.1347. Now K is equal to 1 by 6 into K1 plus 2 K2 plus 2 K3 plus K4, that is 1 by 6 into 0.1 plus 2 into 0.1152 plus 2 into 0.1168 plus 0.1347. അപ്പോൾ എത്ര വരും? 0.1165. 0.1165 എന്ന് കിട്ടും. So y of 0.1 is equal to y of 0 plus k, that is y of 0 എത്രയാണ്? 1. 1 plus 0.1165. 1.1165. ഇത് y of 0.1 ആയുള്ളൂ. അത് നമ്മൾ h is equal to 0.1 എടുത്ത് y of 0.2 കണ്ടുപിടിക്കുന്നതാണ് ഇങ്ങനെ ചെയ്തത്. Now moving on to step 2. X naught equal to 0.1. നമുക്ക് x naught അല്ല step 2 ആകുമ്പോൾ അത് x1 ആയിട്ട് മാറും. സ്റ്റെപ്പ് 2 നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ x naught y naught എന്ന് പറയുന്ന പോലെ സ്റ്റെപ്പ് 2 അത് x1 y1 ആവും. നമ്മൾ എന്നിട്ട് y2 കണ്ടുപിടിക്കും. സോ സ്റ്റെപ്പ് 2 x1 is equal to x naught plus h, that is 0.1. 0 plus 0.1 is equal to 0.1. അതുപോലെ y1 എന്ന് പറയുന്നത് 1.1165. h വാല്യൂ again 0.1 തന്നെ. സോ ഇതേ സ്റ്റെപ്സ് ഈ വാല്യൂസിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. That is K1 is equal to h into f of x1 by 1, that is 0.1 into f of 0.1, 1.1165. So 0.1 plus 1.1165 square into 0.1, that is 0.1347. Now K2 is equal to h into f of x1 plus half h, comma y1 plus half k1, that is 0.1 into f of x1 plus half h1 എന്ന് പറയുന്നത് 0.15. Then y1 plus half k1 എന്ന് പറയുന്നത് 1.1838. So ഇതിന്റെ വാല്യൂ എത്ര വരും? 0.15 plus 1.1838 square into 0.1, that is 0.1551. 0.1551. Then K3 equal to h into f of
x1 plus half h comma y1 plus half k2, that is 0.1 into f of 0.15 comma 1.194, which is equal to 0.1576. Then K4 is equal to h into f of x1 plus h comma y1 plus k3, that is 0.1 into f of 0.2 comma 1.1576, which is equal to 0.1823. For k k is equal to 1 by 6 into k1 plus 2 k2 plus 2 k3 plus k4. Substitute more, you will get 0.1571. So y of 0.2 is equal to y of 0.1 plus k, which is 1.1165 plus 0.1571, that is 1.2736. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. ഇവിടെ h is equal to 0.1 എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണം. ആദ്യം x0 equal to 0, y0 equal to 1 എന്ന് എടുത്തിട്ട് y of 0.1 കണ്ടുപിടിക്കുക. അടുത്തതിനകത്ത് നമ്മൾ x1 equal to 0.1 ഉം y1 is equal to 1.1162 എടുത്തുകൊണ്ട് y of 0.2 കണ്ടുപിടിക്കാം. This is how you solve ordinary differential equation using RK method. So Taylor series methodum RK methodum എന്താണ്? Initial value problems ആണ്. They are initial value problems because condition set only one point is given.